നമസ്കാരം. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായുള്ള ചാറ്റ് ഹവാല ഇടപാടുകാരുടെ ഫോണിൽ നിന്നും കണ്ടെത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. സ്വന്തം ഫോണിന്റെ പാസ്വേഡ് നൽകാൻ കെജ്രിവാൾ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഹവാല ഇടപാടുകാരുടെ ഫോണുകൾ ഇഡി പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അറസ്റ്റിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച പരാതിയിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്നും പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. കുറ്റകൃത്യത്തിന്റെ വരുമാനം വഴിതിരിക്കാൻ കെജ്രിവാൾ ഹവാല ഇടപാടുകാരുമായി ബന്ധപ്പെട്ടു എന്നുള്ള ഇഡിയുടെ വാദത്തെ കെജ്രിവാളിന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇതിനെതിരെ രംഗത്തെത്തുകയും ഹവാല ഇടപാടുകാരെ ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടികൂടിയിട്ടുണ്ട് എന്നും അവരിൽ നിന്നും പണം കണ്ടെത്താനാകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഹവാല വഴിയാണ് കിക്ക് ബാക്ക് അയച്ചതെന്നും പിന്നീട് ഗോവ തെരഞ്ഞെടുപ്പിൽ ഇത് വിതരണം ചെയ്തിട്ടുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ SV രാജു വാദിച്ചിട്ടുണ്ടായിരുന്നു. ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു, അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി എന്നിവരുടെ വാദം കേട്ട ശേഷം ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഹർജി വിധി പറയാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. എന്തായാലും സ്ഥിരം ജാമ്യത്തിന് വേണ്ടി അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നുകൂടി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ കെജ്രിവാളിന്റെ ഹർജിക്കിടയിൽ ഇപ്പോൾ ഇഡി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പുതിയ വെളിപ്പെടുത്തൽ, ഈ ഒരു ആരോപണം അത് എത്രത്തോളം ആം ആദ്മി പാർട്ടിയെ ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. പ്രത്യേകിച്ചും ഹവാല ഇടപാടുകാരുടെ ഫോണിൽ നിന്നും ഒരു മുഖ്യമന്ത്രിയുടെ ചാറ്റ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതിന് കൃത്യമായ തെളിവ് തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെട്ടിരിക്കുന്നു. മുൻപ് കെജ്രിവാളിനെതിരെയുള്ളതെല്ലാം ആരോപണങ്ങൾ എന്ന പേരിൽ മാത്രം അഡ്രസ് ചെയ്തിരുന്ന മാധ്യമങ്ങൾ പോലും ഇപ്പോൾ അത് തിരുത്തിയിരിക്കുകയാണ്. കാരണം അത്ര കണ്ട് വ്യക്തമായ തെളിവുകളാണ് ഇഡി ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.